ക്ഷീണം നിനക്കില്ലാതിരുന്നാൽ തന്നത് പാടില്ല നോക്ക് നീ ഷർബാബ് അഫ്ളലിൽ ഇത്. അപ്പോൾ ഒരാൾ വിചാരിച്ചാണ് ഞാൻ 2 ദിവസം നോമ്പ് എന്ത് ചെയ്യാണ് ഒന്നും തിന്നാതെ നോൽക്കുകയാണ്. അങ്ങനെ നോൽക്കാൻ പറ്റുമോ പറ്റൂലേ അത് വേറെ വിഷയം. അപ്പോൾ നോമ്പ് 2 അങ്ങനെ പറ്റൂല, ഹറാമാണെന്നാണ് പറയണത്. ഇനി ക്ഷീണമല്ലെങ്കിലും ശരി നോമ്പ് മുറിച്ചണ സമയത്ത് മുറിച്ചണമായിരിക്കും. വായ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന തുപ്പലും മുറിക്കുന്നതാണേ നീ മടക്കി വിഴുങ്ങലും. പുറപ്പെട്ടതെനി നാക്കിൻ്റെ മേലാണെങ്കിലേ മുറിയുന്നതല്ലെന്നാ മടക്കി വിഴുങ്ങലേ. എന്തെങ്കിലും അല്പം കഴിക്കൽ സുന്ന, രാവിൻ്റെ പകുതി കഴിഞ്ഞിരിക്കണമെന്നാ. പല രീതിയിൽ ബർക്കത്തതിൽ ലഭിക്കുന്നതാ എന്നുള്ളതും തിരുവചനമിൽ തന്നുള്ളതാ. അതുകണ്ട് ശക്തി ലഭിച്ചിടും നോമ്പിന്നെ ഉന്മേഷവാനായി തീരലാമറ്റൊന്ന്. അത്താഴമൊരു പിടിയെങ്കിലും കഴിക്കേണ്ടതാ, അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ എന്നുള്ളതും കറുമാനിയും പറയുന്നതാം. അതുപോലെ സമയം എത്തിയാൽ മുറിക്കേണ്ടതാ, പിന്താതിരിക്കൽ സുന്നത്തിൽ ഉൾപ്പെട്ടതാ. അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് മുറിച്ചിടും. ചിലർ എല്ലാ നിസ്കാരത്തൊക്കെ കഴിഞ്ഞിട്ട് ആക്കുമ്പോലെ മുറിച്ചാന്നുള്ളൊരു തീരുമാനത്തിലുള്ള ആൾക്കാർ കുറേ കണ്ടുകൊണ്ടു. പറ്റൂല എന്നാ പറയണം. മുറിച്ചാൻ കാത്തു കുത്തിരിക്കണം. നീ വായിലാദ്യം കൊണ്ട വെള്ളം അല്പവും തുപ്പാതിറക്കി മുറിക്കലാണ് ഗുരുത്വവും. നോമ്പുള്ളവൻ്റെ ഫമിൻ്റെ പരിമളമൊക്കെയും ഉള്ളിൽ കടക്കാൻ വേണ്ടിയാണീ യുക്തിയും. നോമ്പ് തുറക്കണ നേരത്തെ ചിലർ വിശ്വാസം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ചില ആൾക്കാർ, ആദ്യം കുറച്ച് വെള്ളം കൊണ്ട് കുലുക്ക് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് തുറക്കുക. ആ പരിപാടി വേണ്ടാന്ന്. അങ്ങനെ ഉള്ളിൽ ഇത് നീ ബുജൈരിമി നോക്കിയാൽ കാണുന്നതാ. 75-ാം പേജ് 2-ൽ വന്നതാ. കൂടാതെ നിജനികൃഷ്ടമായ കലാമുകൾ ഒഴിക്കേണ്ടതാണ് ലഭിക്കുവാനും കൂലികൾ. അപ്പോൾ നോമ്പ് വെൽക്കുന്ന ആൾ ഇംഗ്ലീഷ് പറയരുതേ എന്താ പറയണത്. ഗിബത്ത്, കളവ്, മുശാത്തമത്തിവ കൊണ്ട് നോമ്പിന് ഫലമില്ലെന്ന് ഇജ്മാ ഉണ്ട്. അതുമാത്രമല്ലതിനാലെ നോമ്പ് മുറിഞ്ഞിടും എന്നുള്ളതിൽ ഔസായി തങ്ങൾ ഉൾപ്പെടും. അതിലേക്ക് രേഖകളായി ഹദീസുകളുണ്ട്. ചിലതും സ്വഹീഹ് ബുഖാരിയിൽ കിടപ്പുണ്ട്.